ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നെറ്റ്ഗിയർ സ്വിച്ചിലെ ഫേംവെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാനിവിടെ നെറ്റ്ഗിയറിന് മാനേജബിൾ സ്വിച്ച് ആണ് എടുത്തിട്ടുള്ളത്. GS728TP എന്നുള്ള ഒരു മോഡലാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വിച്ചിലേക്ക് ആദ്യം ലോഗിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്വിച്ചിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ ഇന്റർഫേസ് വരിക. നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡ് വഴിയാണ് നമുക്ക് ഇതിന്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന്, മെയിൻ ഡാഷ്ബോർഡിൽ തന്നെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അതല്ലെങ്കിൽ പിന്നെ മെയിൻ്റെനൻസിൽ പോയിട്ട് അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഡാഷ്ബോർഡിലുള്ള ഫീച്ചറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം അപ്ഡേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫേംവെയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ വേർഷൻ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇനി അപ്ഡേഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. നമ്മൾ ഫേംവെയർ അപ്ഡേറ്റ് ആയി ലോഡായി ഇതാക്കാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അത് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡും നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചായിരിക്കും അതിന്റെ ഒരു സ്പീഡ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫേംവെയർ ഡൗൺലോഡ് ആയി. ഇനി അത് അപ്ഡേറ്റ് ആവാൻ തുടങ്ങുകയാണ്. അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യുന്നതാണ് കുറച്ച് ടൈം ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മളെ സ്വിച്ച് ഫേംവെയർ അപ്ഡേറ്റ് ആയി സ്വിച്ച് റിബൂട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് പിങ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സിസ്റ്റിംഗ് വർക്കിംഗ് നെറ്റ്വർക്കിലാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ നെറ്റ്വർക്ക് യൂസേജ് ടൈം നോക്കിയിട്ട് വേണം ഇത് അപ്ഡേറ്റ് ചെയ്യാൻ. സ്വിച്ച് എന്തായാലും റിബൂട്ട് ആവും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം. അതുപോലെ തന്നെ പവർ ഇന്ററപ്ഷനോ ഇന്റർനെറ്റ് ഇന്ററപ്ഷനോ ഇല്ലാത്ത ഒരു ഇത് നോക്കണം. അതല്ലെങ്കിൽ സ്വിച്ച് ഡെഡ് ആവാനോ ക്രാഷ് ആവാനോ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്വിച്ച് റിബൂട്ട് ആയി. നമുക്ക് പിങ് റീച്ചബിലിറ്റി തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് വെബ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളെ വെബ് ലോഗിൻ പേജ് വന്നിട്ടുണ്ട്. പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫേംവെയർ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ്റെനൻസിൽ പോയാൽ ഉള്ള ഫീച്ചേഴ്സും കൂടെ ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഓൺലൈൻ ഫേംവെയർ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ ഡാഷ്ബോർഡിൽ തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്തത്. ഇത് നമുക്ക് HTTP ആയിട്ട് നമുക്ക് സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫേംവെയർ ആയിട്ടോ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് USB മാനുവൽ ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫേംവെയർ നമ്മൾ പെൻ ഡ്രൈവിലോ ആക്കിയിട്ട് സ്വിച്ചിൽ പ്ലഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണേലും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേംവെയർ അങ്ങനെ മാനുവലി അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളെ കറക്റ്റ് വേർഷൻ തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്വിച്ച് ക്രാഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ എക്സൈറ്റിംഗ് വീഡിയോസിനായി നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.